വന്നപ്പോ ദാ ഒരു സുന്ദരി ഇവിടെ മുണ്ടൊക്കെ എടുത്ത് നിൽക്കണം. ഇങ്ങോട്ട് പൊയ്ക്കാട്ടോ, ഒന്ന് കപ്പ പൊയ്ക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അങ്ങനെ നമ്മള് കപ്പ പൊയ്ക്കിൻ്റെ ചട്ടിയിലേ ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? പിന്നെ എന്തൊക്കെ നമുക്ക് 12ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണല്ലേ. 12ാമത്തെ നോമ്പും ആയി. എത്ര എളുപ്പമല്ലേ നോമ്പ് കടന്നു പോകുന്നത്. പിന്നെ അപ്പം നമ്മളിന്ന് രാവിലെ തൊട്ടൊന്നുമില്ല, വീഡിയോ ഒന്നുമില്ല. 12ാമത്തെ നമ്മൾ സ്കൂളിൽ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കാറ്. സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ ഇക്കാനെ ഇക്ക വരുന്നുണ്ടോ ചോദിച്ചപ്പോൾ നോക്കട്ടെ ആയിരുന്നു. പിന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടോ, സ്കൂൾ വിട്ട് പോരുന്ന സമയത്ത് വിളിച്ചപ്പോൾ കാരണം ഞാൻ അവിടെ ഇല്ല, ഈ നടന്നു പറഞ്ഞിട്ടോ. അങ്ങനെ ഞാൻ പോന്നു. കാരണം ഞാൻ വിളിച്ച ആദ്യം പോരുകയാണെങ്കിൽ റേഷൻ കടയിൽ നിന്ന് അരിയെല്ലാം വാങ്ങിയിട്ട് വണ്ടീന് കേട്ടോ. അരിയെല്ലാം തീർന്നിട്ടുണ്ടായി. അപ്പോൾ ഇക്കാനോട് പറഞ്ഞു നമുക്ക് അരിയെല്ലാം വാങ്ങണ്ടേന്ന് കാരണം ഇത് നടന്നോ ഞാൻ വരാമെന്നാണ് കേട്ടോ. അങ്ങനെ ട്രിപ്പ് പോയതാണ് കാരണം. അപ്പോൾ ഞാൻ പോന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പണിയെല്ലാം അവിടുത്തെ ഏകദേശം ഇറങ്ങിയ സമയത്ത് ജ്യൂസൊന്നും അടിച്ചിട്ടില്ല. ടെക്കാൻ്റെ പണിയാടണ്ടേ. ഞാൻ എൻ്റെ ഇന്നലെ ചായക്ക് കടി ഉണ്ടാക്കാൻ ഒന്നും ഉണ്ടായില്ല. ഞാൻ മസാല ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. അപ്പം ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുക, സമൂസ ഉണ്ടാക്കുക എഴുതിക്കാണ്ട് നിച്ചുകൂട്ടാൻ പീടിക്കെല്ലാം പറഞ്ഞയച്ചു കേട്ടോ. മുട്ട ഉണ്ടായില്ല. അപ്പോൾ ഓനെ പീടിക്കാന്ന് വെച്ചാൽ മുട്ടയെല്ലാം വാങ്ങിക്കൊടുന്നെ. വലിയ മോനായില്ലേ, ഇവിടെ അടുത്ത് തന്നെ കട ഉണ്ട്, അവിടെ പോയിട്ട് വാങ്ങിക്കൊടുന്നു കേട്ടോ. അപ്പം ഞാൻ കട്ട്ലേറ്റ് സമൂസ ഉണ്ടാക്കാന്ന്. സമൂസ ഞങ്ങൾക്കൊരു ഫേവറേറ്റ് ആട്ടോ, ദിവസമാണ് കേട്ടോ, കുട്ടികൾക്ക് ഇഷ്ടമാണ് അത്. അങ്ങനെ നമ്മൾ കട്ട്ലേറ്റിലെ ഉള്ളിയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി. അപ്പത്തിന് സമയം ഒരുപാടായിക്കണം കേട്ടോ. 5:30 ആവാനായിക്കണം. ഞാൻ വന്നപ്പോൾ തന്നെ 5 മണി ആയിക്കണം. പിന്നെ ഫിലു വന്ന് കഴിഞ്ഞാൽ അവൾക്ക് കുളിക്കണം. അങ്ങനെ ഓളെയും കുളിപ്പിച്ച് നിച്ചുവിനൊക്കെ കുളിപ്പിച്ചിട്ടാണ് ഇതിനൊക്കെ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ 5:45 ആയപ്പത്തിന് മസാല എല്ലാം റെഡി. ആയപ്പത്തിന് ഇക്ക വന്നിട്ടോ. ഇക്ക വന്നിട്ട് എന്നാൽ കാർഡ് എടുക്കാൻ റേഷൻ കടയിൽ പോയി തരാൻ. ഇക്ക റേഷൻ വാങ്ങാൻ പോയിട്ടോ. അങ്ങനെ ഇക്ക റേഷൻ കടയിൽ പോയപ്പോൾ നീച്ചുകുട്ടനും റേഷൻ കടയ്ക്ക് പോയിട്ട്, അതുകൊണ്ട് പിന്നെ ഒരാൾ അങ്ങോട്ട് പോയല്ലോ. അപ്പോൾ പാത്തുവിന് വേഗം ഞാനൊരു മുട്ടായിലെടുത്തെടുത്ത് സോപ്പിട്ട് കണ്ട് ഇവിടെ ഇരുത്തി. അങ്ങനെ കുറച്ച് പണിയെല്ലാം എടുത്തിട്ട് അപ്പോൾ ഇന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രധാന സംഭവം വെച്ചിട്ടാണ്. എന്താണെന്നില്ല നിങ്ങൾ വീഡിയോയിൽ കണ്ടോളൂ കേട്ടോ. ചിക്കൻ എന്തായാലും ഇവിടെ ഇല്ല. ഇവിടെ എല്ലാവരും സംഭവം വെച്ചിട്ട് അടിപൊളി കട്ട്ലേറ്റാണ് കേട്ടോ. വെറൈറ്റി കട്ട്ലേറ്റാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് സമൂസയും കട്ട്ലേറ്റ്, എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെ നിങ്ങളൊക്കെ വിശേഷങ്ങൾ. അങ്ങനെയാണ് ഇന്നലത്തെ വിശേഷങ്ങൾ തുടങ്ങുന്നത്. പിന്നെ ഞാൻ ഒരു കപ്പപ്പൊയ്ക്കും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കപ്പപ്പൊയ്ക്ക് ഉണ്ടാക്കാമെന്ന് കരുതിക്കാണ്ട് ഞാൻ പൂളെല്ലാം വെള്ളത്തിലിട്ടു. കാരണം ഇക്കാക്ക് ഇഷ്ടമാണ് പൊയ്ക്ക്. അപ്പോൾ ഞാൻ കരുതുന്ന നോമ്പ് തുറന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സംസ്കാരം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പൊയ്ക്കും ചായ എല്ലാം കുടിച്ചാലേ ദോശയുണ്ട് കുറച്ച് ചൂടാൻ, അതും ചൂടാന്ന് കരുതിക്കാൻ കേട്ടോ. അപ്പം നിങ്ങൾ ഇതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഒന്ന് പോയിട്ട് കാണും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളി. അതിനൊന്നൊരു അങ്ങനെ കൂട്ടുകാരെ ഇതാ നമ്മൾ സ്കൂളിട്ട് വന്ന് കണ്ട് ഞമ്മക്കും ഇല്ല പണിക്കൊക്കെ നിൽക്കണം കേട്ടോ. അങ്ങനെ ഇതാ പൂളൊക്കെ ഞാൻ തോലൊക്കെ പൊളിച്ച് റെഡിയാക്കി, അതേപോലെ ഉള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി ചീനച്ചട്ടിയിൽ അങ്ങിട്ട് ഇളക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതെന്തിനറിയോ, കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ. അപ്പുറത്തുണ്ട് കട്ട്ലേറ്റൊക്കെ ഇടാനുള്ള ഒരു സംഭവം പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. അല്ലാതെ അവിടെ ചിക്കനൊന്നും ഇവിടെ ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ഇന്നലെ കൊടുന്ന 2 കഷ്ണം മീനുണ്ടായി. ആ കഷ്ണം മീൻ അങ്ങിട്ടിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നില്ലൊക്കെ നമുക്ക് എല്ലാവരോടും അഭിപ്രായമൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. മീനിട്ടിട്ടില്ല കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ട് എന്നില്ല കേട്ടോ. എന്നും ചിക്കനും ബീഫും അല്ലെങ്കിൽ വെജിറ്റബിളൊക്കെ അല്ലേ കഴിക്കൽ. അപ്പോൾ ഇന്നൊരു മീൻ കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കി നോക്കാം കേട്ടോ. ഒരു വെറൈറ്റി ആയ ഏതൊരാളും ചിക്കൻ ഇല്ലെങ്കിൽ ചെയ്ത് നോക്കുമല്ലോ. അങ്ങനെ നമ്മളൊന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടല്ലേ നോക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ ഇക്കൊക്കെ റേഷൻ കടയിൽ പോയിട്ട് വന്നു കേട്ടോ. അതാ അരി കാർഡൊക്കെ ആയി തന്നെ ഇട്ടേക്ക്. അപ്പോൾ എൻ്റെ പേരിലാണല്ലോ, ഇപ്പോൾ പെണ്ണുങ്ങളെ പേരിലാണല്ലേ റേഷൻ കാർഡ് ഉള്ളത് എല്ലായിടത്തും. അങ്ങനെ ഇപ്പോൾ ഇതാ റേഷനൊക്കെ വാങ്ങി വന്ന് ഇതിൻ്റെ കൂടെ കുറച്ച് സാധനവും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ ഇത്, പഞ്ചസാര ഉണ്ട്, ഈത്തപ്പഴമുണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, ഇതൊക്കെ വാങ്ങിയിട്ട് വന്നത്. ഇത് ജ്യൂസ് അടിച്ചാൽ സാധനങ്ങൾ എടുത്താൽ ഇന്നലത്തെ കുറച്ച് ജ്യൂസ് ബാക്കിയുള്ളതാ ഫ്രിഡ്ജിൽ വെച്ചിന്, അതും എടുത്ത് ഒഴിവാക്കിയതാട്ടോ. അങ്ങനെ നമ്മളിതാ കട്ട്ലേറ്റും സമൂസയും എല്ലാം പൊരിച്ച് റെഡിയാക്കി സെറ്റാക്കി എല്ലാം റെഡി തുറന്ന് ജ്യൂസെല്ലാം കുടിച്ചുകൊണ്ടിരിക്കുക. നല്ല മുന്തിരി ജ്യൂസ് ഉണ്ട്, വത്തക്ക ഉണ്ട്, മുന്തിരി ഉണ്ട്, കട്ട്ലേറ്റ് ഉണ്ട്, സമൂസ ഉണ്ട്, സമാമോസ്, പിന്നെ നമ്മളെ നിച്ചു ഉണ്ട്, പിന്നെ നമ്മളെ ഇക്ക ഉണ്ട്, പിന്നെ ആരല്ലേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാനും ഉണ്ട്.
അപ്പം നമ്മളങ്ങനെ 12 നോമ്പ് തുറന്ന് ലേക്കാ മാഷാ അല്ലാ കുഴപ്പമൊന്നുമില്ല. 30 നോമ്പ് നോൽക്കാൻ വയ്ക്കട്ടെ. എല്ലാവരും ഉഷാറായിട്ട് കഴിക്കുന്നുണ്ടോ? പാത്തൂസും മീച്ചസൊക്കെ സമൂസ ഇഷ്ടായോ കുഞ്ഞ്? അടിപൊളിയാ അടിപൊളിയാ. ഇഷ്ടായോ? ഇന്നൊരു വെറൈറ്റി സമൂസ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കണേ. കട്ട്ലേറ്റ് ചിക്കൻ സമൂസ, ചിക്കൻ കട്ട്ലേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ മീൻ സമൂസ, മീൻ കട്ട്ലേറ്റ്, അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഐസ് ടച്ച് കേട്ടോ. അടുക്കൂല അങ്ങനെതാ ഇച്ചുകൂട്ടാ സമൂസേൻ്റെ അഭിപ്രായം എന്താന്ന് പറഞ്ഞ പൊളിച്ചോ? അങ്ങനെപ്പോൾ ഞങ്ങൾ സമൂസ ഏകദേശം തീർന്നു കേട്ടോ. കട്ട്ലേറ്റിൻ്റെ നല്ല ബാക്കി. അങ്ങനെ ഇപ്പോൾ ചായ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാനിതാ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അതാ പാത്തൂസ് അടിപൊളി മൊഞ്ചത്തിയായി നിൽക്കണം കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഓളെ കുറച്ച് നേരം കളിപ്പിച്ചതിന് ശേഷം നമ്മളെ കപ്പപ്പൊയ്ക്കിനെ അങ്ങോട്ട് സെറ്റാക്കി എടുത്ത് നല്ലോണം അങ്ങ് ഉടച്ചെടുത്തു. അതിന് ശേഷം ഞാൻ ഓലെ ചോറിനാണ് ചാടിച്ചാനൊക്കെ വിളിച്ചു. ഫിലുവിന് കുറച്ച് ചോറങ്ങ് വിളമ്പി കൊടുത്തു കേട്ടോ. ഇവിടെ കൂട്ടത്തിൽ കൂടി അങ്ങുമ്പോൾ തിന്നോലെ എഴുതിയിട്ട് അതിന് ഓൾ ഒറ്റക്ക് തന്നെ വാരി തിന്നാറുണ്ട്. അപ്പോൾ ഓൾക്ക് അങ്ങനെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഇക്കാനെ വിളിച്ച് ഇക്ക ദോശയും ചൂടോടെ ദോശ തിന്നാലോ എന്നാലും എത്തിയിട്ട് ദോശയും മീൻകറിയും കപ്പപ്പൊയ്ക്കുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം നിങ്ങൾ എഴുതുണ്ടാവും ഈ പണി റംസാൻ മാസമായാലും പൂള കൂട്ട് തന്നെ പണി എഴുതുണ്ടാവും. പൂള മക്കളെ ഒരു ഫേവറേറ്റ് അടിപൊളി ഭക്ഷണം, നല്ല ടേസ്റ്റും ആണ് കേട്ടോ. കപ്പപ്പൊയ്ക്കാട്ടോ. ഒന്ന് കപ്പപ്പൊയ്ക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അങ്ങനെ നമ്മൾ കപ്പപ്പൊയ്ക്കിൻ്റെ ചട്ടിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് കേസ്. ഇതാണ് അടിപൊളി കപ്പപ്പൊയ്ക്ക് ഉണ്ടാക്കി. ഒന്നൊന്നര കപ്പപ്പൊയ്ക്ക് അതിക്ക് അടിച്ചാപ്പിളിച്ചി മീൻകറി. പിന്നെ വേണ്ടവർക്ക് ദോശയും കഴിക്കാം. അല്ല അതും വേണ്ടെങ്കിൽ നമ്മളെ പഴയ സ്ഥിരം പരിപാടിക്ക് തന്നെ കിടക്കാം. നമ്മളെ ചോറും കപ്പപ്പൊയ്ക്കും കഴിച്ചെന്ന പാത്തുമാണ് കേട്ടോ. ഓളപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാത്തത്. ദോശ കഴിക്കുന്നുണ്ട്, ചോറ് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ. അപ്പോൾ കൂട്ടുകാർ നിങ്ങളെല്ലാവരും ഇന്നത്തെ വീഡിയോസൊക്കെ കണ്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് അടിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് നാളെ പുതിയ വിശേഷങ്ങളായിട്ട് വരാം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.